ചില കസ്റ്റമേഴ്സിന് എപ്പോഴും പറ്റുന്ന ഒരു തെറ്റാണ് ഒരു ഷോപ്പിലേക്ക് വന്നിട്ട് ഇപ്പം നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ടാണെങ്കിലും ഒരു സോഫ കാണും, ആ സോഫ പർച്ചേസ് ചെയ്യും. ഇവരത് അവിടെ കൊണ്ടുപോയി ഇടാനുള്ളതാണെന്നും അവിടെ സെറ്റ് ആവുമോ എന്നുള്ളതും കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. പക്ഷേ ചിലപ്പോൾ അത് സൈസ് ചെറുതാവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് നമ്മൾ വേണമെങ്കിൽ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് അളവ് എടുത്തിട്ടുള്ള കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹോളിലേക്ക് വരുന്ന ഈ ഡോറിന്റെ ഉള്ളിൽ കൂടെ കടക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം അളവെടുക്കാൻ വരുമ്പോൾ നമ്മൾ ആദ്യം അളക്കുന്നത് നമ്മൾ ഈ ഡോറാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഹെവി സോഫ, എന്ന് ഹെവി സോഫയും കാര്യങ്ങളൊക്കെ അവിടെ കൊള്ളും. പക്ഷെ ഈ ഡോറിന്റെ ഉള്ളിൽ കൂടെ കയറുമോ എന്നുള്ളത് കസ്റ്റമർ നോക്കൂല. അപ്പൊ നമ്മൾ ആദ്യം ഒരു അളവെടുക്കാൻ പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ കസ്റ്റമർ നമുക്ക് അളവെടുത്ത് തരുവാണെങ്കിലും ആദ്യം ഈ ഡോറിന്റെ ഉള്ളിൽ കൂടെ കയറുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഒരു ഐഡിയക്ക് കയറുമോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്ക് അളവെടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല പല കസ്റ്റമർ വരുമ്പോഴും ഈ സോഫന്റെ അളവ് വ്യത്യാസം വന്ന് ഞാൻ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയ സാധനം ഇവിടെ ഓക്കെ അല്ല, അപ്പോൾ ഇത് നിങ്ങൾ മാറ്റി തരുമോ, അതല്ല ഇതിൻ്റെ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നില്ല. ഇതൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മളിത് നിങ്ങൾക്കും കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി അങ്ങനത്തെ ഒരു തെറ്റ് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ സോഫന്റെ ഉള്ളിൻ്റെ കേസാണെങ്കിലും പുറത്തത്തെ കേസാണെങ്കിലും എല്ലാം നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. ലാസ്റ്റിങ് എപ്പോഴും ഫസ്റ്റ് ക്വാളിറ്റിക്ക് തന്നെ. സെക്കൻഡ് ക്വാളിറ്റി കൂടി പോയാൽ ഒരു 5-6 കൊല്ലം നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റ് ക്വാളിറ്റിക്ക് നമ്മൾ ഷുഗറായിട്ട് നമ്മൾ 10 കൊല്ലം 15 കൊല്ലം നമ്മൾ വാറണ്ടി എടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ രണ്ടും സെയിം ആയിരിക്കും, പക്ഷേ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാകും. അപ്പം ഇത്തരം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കേസാണ്. അപ്പം റേറ്റ് കുറയാന്നുള്ളതിലല്ല കാര്യം. റേറ്റ് കുറച്ച് കൂടിയാലും ക്വാളിറ്റി ഉള്ള സാധനം എടുക്കുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തായാലും ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് റേറ്റ് കൂടിയാലും ക്വാളിറ്റി നല്ലത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യം. അപ്പം ഇത്തരം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും വരും. ആദ്യം അക്കൗണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.